നമസ്കാരം. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 ഫെബ്രുവരി മാസം 11-ാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുവാൻ വേണ്ടി വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മലയാള തീയതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് മകരമാസം 29-ാം തീയതിയാണ് ചൊവ്വാഴ്ച ദിവസം. ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ മാഘമാസം 22-ാം തീയതിയാണ്. മാഘമാസത്തിലാണ് കുംഭമേള നടക്കുന്നത്. പ്രിയപ്പെട്ടവർ, മാഘമാസത്തിൻ്റെ പ്രത്യേകത അറിയണം. മാഘമാസത്തിലാണ് കുംഭമേള നടക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. എല്ലാവരും കുംഭമേളയുമായിട്ടുള്ള വാർത്തകളൊക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ മാഘമാസം എന്ന് പറഞ്ഞാൽ വളരെ പ്രത്യേകതയുണ്ട്. കുംഭമേളയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാസമാണ് മാഘമാസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചൊവ്വാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ 6:45 അസ്തമയ സമയം വൈകുന്നേരം 6:25. തിഥി ചതുർദശി തിഥിയാണ്. ചതുർദശി തിഥി ചൊവ്വാഴ്ച ദിവസം വൈകുന്നേരം 7 മണി വരെ ഉണ്ടായിരിക്കും എന്നുള്ളതും കൂടി അറിഞ്ഞിരിക്കുക. ഇനി ചൊവ്വാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം പൂയ നക്ഷത്രമാണ്. പൂയ നക്ഷത്രം ആരംഭിക്കുന്നത് തിങ്കളാഴ്ച വൈകിട്ട് 6:02 പൂയ നക്ഷത്രം അവസാനിക്കുന്നത് ചൊവ്വാഴ്ച വൈകിട്ട് 6:36. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പൂയ നക്ഷത്ര ജാതകരാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പൂയ നക്ഷത്ര ജാതകരാണ്. പൂയ നക്ഷത്രം ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രമാണല്ലോ, അതൊക്കെ പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ. ഇനിയും ചൊവ്വാഴ്ച ദിവസം പൂയ നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറയാൻ പോവുകയാണ്. പൂയ നക്ഷത്രപ്രകാരം ഉത്രട്ടാതി, രേവതി, മകയിരം, കാർത്തിക, വിശാഖം, അനിഴം, പുണർദം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം. അവരുടെ ജീവിതത്തിൽ പല പ്രകാരത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ മൂലം, പൂരാടം, തിരുവാതിര, രോഹിണി, ഭരണി ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ ഏതെങ്കിലും വിധത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്ന് ജ്യോതിഷം പറയുന്നു. അതിനെക്കുറിച്ച് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രതികൂലമായ അനുഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം. പ്രതികൂലമായ അനുഭവങ്ങൾക്ക് നിന്നു കൊടുക്കരുത്, ജീവിതം പരാജയത്തിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് പ്രതികൂലമായ അനുഭവങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ചൊവ്വാഴ്ച ദിവസം ഈ പറഞ്ഞ നാളുകാർ മൂലം, പൂരാടം, തിരുവാതിര, രോഹിണി, ഭരണി എന്നീ നാളുകാർ വളരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറഞ്ഞു തരുവാനുള്ളത്. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും ചൊവ്വാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ശുഭസമയം പറഞ്ഞുതരാം. ചൊവ്വാഴ്ച ദിവസം രാവിലെ 8:15 മുതൽ ഉച്ചയ്ക്ക് 12:45 വരെയുള്ള സമയം ശുഭസമയമായി തിരഞ്ഞെടുക്കാം. ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശുഭസമയമായിട്ട് തിരഞ്ഞെടുക്കാം. അതിനുശേഷം ഉച്ചകഴിഞ്ഞ് 2:15 മുതൽ 3:45 വരെയുള്ള സമയവും ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ശുഭകാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിത വിജയം നേടുക. ചൊവ്വാഴ്ച ദിവസമാണ്. ചൊവ്വാഴ്ച ദിവസം ചെയ്യാൻ പറ്റുന്ന ശുഭകാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വിവാഹം അങ്ങനെയുള്ള ശുഭകാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇവിടെ വലിയ പ്രാധാന്യമുള്ള കാര്യങ്ങളൊക്കെ ഈ സമയത്ത് തന്നെ ചെയ്തെടുത്താൽ മാത്രമേ ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക. ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 11 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 2 വരും. അപ്രകാരം ഏതൊരു മാസത്തെയും 2, 11, 20, 29 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഈ സംഖ്യകളൊക്കെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ 2 വരും. അപ്രകാരമുള്ളവർക്ക് പ്രതികൂലമായ ഒരു ദിവസമാണെന്ന് സംഖ്യാ ജ്യോതിഷം പറയുന്നു. നിരാശപ്പെടാതെ പച്ച, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ BKR എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉത്തമമായ ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് സംഖ്യാ ജ്യോതിഷം പറയുന്നു. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ അധ്യായം അവസാനിപ്പിക്കാം. ധനം വന്നു ചേരുന്ന നാളുകാരെ കൂടി പറഞ്ഞ് ഈ അധ്യായം അവസാനിപ്പിക്കാം. ചൊവ്വാഴ്ച ദിവസം പൂയ നക്ഷത്രമാണല്ലോ. പൂയ നക്ഷത്രപ്രകാരം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ മകയിരം, ഭരണി, ഉത്രട്ടാതി, അവിട്ടം, പൂരാടം, അനിഴം, ചിത്തിര, പൂരം ഇത്രയും നാളുകാർക്കാണ് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം. പൂയം, മകയിരം, ഭരണി, ഉത്രട്ടാതി,
അവിട്ടം, പൂരാടം, അനിഴം, ചിത്തിര, പൂരം. ഇത്രയും നാളുകാർക്ക് ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം. ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകുന്ന ദിവസമാണ്. ആരോടും ധനപരമായ കാര്യങ്ങൾ ധൈര്യപൂർവ്വം ചെയ്യാവുന്നൊരു ദിവസമാണ്. വിജയം കൈവരിക്കുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.